അടുത്ത ക്വസ്റ്റ്യൻ, ടു സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനിൽ ഇല്ലാത്തത് ഏതാണ്? ടു സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനുകളിൽ ഇല്ലാത്തത്, ടു സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനുകളിൽ ഇല്ലാത്തത് വാൽവുകളാണ്. അന്നേരം പെട്രോൾ എഞ്ചിൻ, അതായത് ടു സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ ഇല്ലാത്ത എന്താണ്? വാൽവുകളാണ് ഇല്ലാത്തത്, മാറിപ്പോകരുത്. നെക്സ്റ്റ്, ബി എച്ച് പിയുടെ പൂർണ്ണ രൂപം. ബി എച്ച് പി, എച്ച് പി മീൻസ് ഹോഴ്സ് പവർ ആണ്. എച്ച് പി എന്നത് ഹോഴ്സ് പവർ ആണ്. ബി എച്ച് പി ബ്രേക്ക് ഹോഴ്സ് പവർ, ബ്രേക്ക് ഹോഴ്സ് പവർ എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, ഭാരതത്തിൽ അതായത് ഇന്ത്യയിലെ ഇപ്പോൾ നിലവിലുള്ള മലിനീകരണ മാനദണ്ഡം എന്താണ്? BS6 ആണ്. BS6 വാഹനങ്ങളാണ്. BS6 വാഹനങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ള മലിനീകരണ മാനദണ്ഡം. 2010 മുതലാണ് ഈ നിയമവുമായി ബന്ധപ്പെട്ട് വാഹനങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയത്. നെക്സ്റ്റ്, വാഹനം വളവ് തിരിയുമ്പോൾ പുറത്തേക്ക് തെറിച്ചു പോകുന്നു. ഡാഷ് മൂലമാണ്. അതായത് ഏത് നിയമമാണ്? അതായത് ഫിസിക്സിലെ ഏത് നിയമം മൂലമാണ്? സെൻട്രിഫ്യൂഗൽ ബലമാണ്. എന്താണ്? സെൻട്രിഫ്യൂഗൽ ബലം മൂലമാണ് എന്ത് ചെയ്യുന്നത്? തെറിച്ച് പുറത്തേക്ക് പോകുന്നത്. അകത്തേക്ക് വരുന്നത് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. സെൻട്രിപെറ്റൽ ഫോഴ്സ്, മറ്റേത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്, മാറിപ്പോകരുത്. നെക്സ്റ്റ്, റോഡരികിലെ ഇടവിട്ട വെള്ളവരയുടെ അർത്ഥം. റോഡരികിലെ ഇടവിട്ട വെള്ളവരയുടെ അർത്ഥം എന്താണ്? പാർശ്വ റോഡ് മെയിൻ റോഡിലേക്ക് പ്രവേശിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ശ്രദ്ധിക്കുക. അന്നേരം റോഡരികിൽ, അതായത് റോഡിന്റെ വശങ്ങളിൽ കാണപ്പെടുന്ന ഇടവിട്ട വെള്ളവരയാണ് ചോദിച്ചിരിക്കുന്നത്, മാറിപ്പോകരുത്. അന്നേരം പാർശ്വ റോഡ്, അതായത് സബ് റോഡ് എന്ത് ചെയ്യുന്നു? മെയിൻ റോഡിലേക്ക് പ്രവേശിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യാം? നിങ്ങൾ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക. നെക്സ്റ്റ്, വളവ് തിരിയുന്ന വാഹനത്തിന്റെ ഇടത് വലത് വീലുകളുടെ വേഗത വ്യത്യാസപ്പെടുത്തി സ്ഥിരത നിലനിർത്തുന്ന സംവിധാനത്തിന്റെ പേരാണ് ഡിഫറൻഷ്യൽ മെക്കാനിസം. എന്താണ്? ഡിഫറൻഷ്യൽ മെക്കാനിസം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, ബ്രേക്ക് പാഡുകൾ ഡാഷിന്റെ ഭാഗമാണ്. ബ്രേക്ക് പാഡുകൾ എന്തിന്റെ ഭാഗമാണ്? ഡിസ്ക് ബ്രേക്കിന്റെ ഭാഗമാണ്. എന്തിന്റെ ഭാഗമാണ്? ഡിസ്ക് ബ്രേക്കിന്റെ ഭാഗമാണ്. നെക്സ്റ്റ്, റോഡിന്റെ മധ്യത്തിൽ തുടർച്ചയായി മഞ്ഞവര കാണുന്നു. എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഈ മഞ്ഞവര ഉപയോഗിക്കുന്നത് മുറിച്ചു കടക്കാൻ പാടില്ല. മുറിച്ചു കടന്നാൽ കുറ്റകരമാണ്. മുറിച്ചു കടന്നാൽ, ക്രോസ് ചെയ്താൽ കുറ്റകരമാണ്. അതാണ് മഞ്ഞവര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, വാഹനത്തിന്റെ തെർമോസ്റ്റാറ്റ് ഏത് സിസ്റ്റത്തിന്റെ ഭാഗമാണ്? തെർമോസ്റ്റാറ്റ് ഏത് സിസ്റ്റത്തിന്റെ ഭാഗമാണ്? തെർമോ എന്ന് പറയാൻ ടെമ്പറേച്ചർ, അതായത് കൂളിംഗ് സിസ്റ്റത്തിന്റെ ഭാഗമാണ്. എന്തിന്റെ ഭാഗമാണ്? കൂളിംഗ് സിസ്റ്റത്തിന്റെ ഭാഗമാണ്. നെക്സ്റ്റ്, ടയറിൽ കാറ്റ് കുറവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും അനുയോജ്യമായത് ഏതാണ്? കാരണം നിങ്ങൾ നോക്കാം, എയും സിയും നമുക്ക് തെറ്റാണ്. തേയ്മാനം കുറയും, തേയ്മാനം കൂടുവാണ്, തേയ്മാനം വ്യത്യാസപ്പെടുന്നില്ല, രണ്ടും തെറ്റാണ്. പിന്നെ ഇതിനകത്ത് ഏറ്റവും അനുയോജ്യമായി നമുക്ക് തിരഞ്ഞെടുക്കാവുന്നത് ഇന്ധനച്ചെലവ് കൂടും. നെക്സ്റ്റ്, വേഗത ഇരട്ടിയാകുമ്പോൾ ബ്രേക്കിംഗ് ദൂരം എന്താവും? 4 ഇരട്ടിയാവും ബ്രേക്കിംഗ് ദൂരം. അതുകൊണ്ടാണ് നമ്മൾ വാഹനം സ്പീഡിൽ വരുന്ന സമയത്ത് ബ്രേക്ക് ചെയ്താൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ എന്ത് ചെയ്യുന്നു? ദൂരത്തിൽ വന്ന് നിൽക്കുന്നത്. അന്നേരം വേഗത ഇരട്ടിയാകുന്നതനുസരിച്ച് എന്ത് ചെയ്യും? ബ്രേക്കിംഗ് ഡിസ്റ്റൻസും കൂടിക്കൊണ്ടിരിക്കും. നെക്സ്റ്റ്, അപകടകരമായ വസ്തുക്കൾ കടത്തുന്ന വാഹനങ്ങളുടെ നിറം. പെട്രോളിയം വാഹനങ്ങളുടെ നിറം എന്താണ്? ഓറഞ്ചും വെള്ളയും, മാറിപ്പോകരുത്. നെക്സ്റ്റ്, വൃത്താകൃതിയിലുള്ള ട്രാഫിക് സൈൻ ബോർഡ് എന്താണ്? ലംഘിച്ചു കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെടാവുന്നതാണ്. ഏതാണ്? വൃത്താകൃതിയിലുള്ള ട്രാഫിക് സൈൻ ബോർഡ്. നെക്സ്റ്റ്, ബ്ലൈൻഡ് സ്പോട്ട് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ്? റിവർ വ്യൂ മിററിൽ കാണിക്കാൻ സാധിക്കാത്ത ഭാഗത്തെ എന്ത് ചെയ്യാം? നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയാം. നെക്സ്റ്റ്, വെള്ള പശ്ചാത്തലത്തിൽ ചുവന്ന ബോർഡറോടുകൂടി, അതായത് വെള്ള ബോർഡ്, അതിൽ ചുവന്ന ബോർഡറാണ്. വെള്ള ബോർഡും ചുവന്ന ബോർഡറോട് കൂടി തല കീഴായ ത്രികോണമാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? വഴി കൊടുക്കുക, ഗീവ് വേ. നെക്സ്റ്റ്, സീബ്ര ക്രോസിംഗിൽ കാൽനടക്കാൽ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വാഹനം നമ്മൾ നിർത്തണോ അതോ ഓടിച്ചു പോകണോ എന്നാണ്. അതായത് എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ലൈന് പിന്നിലായി നിർത്തണം. പിന്നിലായിട്ടേ നമ്മൾ നിർത്താൻ പാടുള്ളൂ. നമ്മൾ ഓപ്ഷനുകളിൽ ഏറ്റവും അനുയോജ്യമായതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്.